ഫാറ്റ് നമുക്ക് അത്യാവശ്യമാണ്, പക്ഷേ ഓവറായി കഴിഞ്ഞാൽ കൂടുതലാണ്. കുറച്ചുകൂടെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാൻ വേണ്ടി പറയാം. എസെൻഷ്യൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഫാറ്റ്, സബ്ക്യൂട്ടനസ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ സ്പോഞ്ചി ഫാറ്റ്, വിസറൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഹാർഡ് ഫാറ്റ്. ഇത് കുറച്ചുകൂടെ നമുക്ക് എളുപ്പമായിരിക്കും ഈ ടേംസ് മനസ്സിലാവാനായിട്ട്. ഇനി ഫസ്റ്റ് വൺ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് വൺ ആണ് എസെൻഷ്യൽ ഫാറ്റ്. എസെൻഷ്യൽ ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് ഫാറ്റ്. എസെൻഷ്യൽ ഫാറ്റ് എന്നാണ് ടെക്നിക്കൽ ടൈം. നമുക്ക് വളരെ കംഫർട്ട് ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു പേരിട്ടിരിക്കുന്നതാണ് ലിക്വിഡ് ഫാറ്റ്. ഈ ഫാറ്റ് നമ്മുടെ സ്കിന്നിന്റെ അടിയിൽ കൂടെ പോകുന്ന ഒരു ലിക്വിഡ് ടൈപ്പിലുള്ള ഫാറ്റാണ്. ഈ സാധനം നമ്മുടെ ശരീരത്തിലെ ഒരുപാട് ഫംഗ്ഷൻസിൽ നമ്മുടെ ന്യൂട്രീഷൻ അബ്സോർവ് ചെയ്യാനും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അബ്സോർവ് ചെയ്യാനും നമ്മുടെ ശരീരത്തിലോട്ട് പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫാറ്റാണ് നമ്മുടെ സ്കിന്നിലുള്ള ലിക്വിഡ് ഫാറ്റ്. ലിക്വിഡ് ഫാറ്റിന് ഒരു പെർസെൻറ്റേജ് ഉണ്ട്. ഈ പെർസെൻറ്റേജ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇതിനേക്കാൾ മേളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അൺഹെൽത്തിയിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഇത് എപ്പോഴും ഒരു മെയിൻറ്റെയിൻ ലെവൽ ഉണ്ട്, ആ മെയിൻറ്റെയിൻ ലെവലിൽ വെക്കണം. നെക്സ്റ്റ്, ഇനി രണ്ടാമത്തെയാണ് സബ്ക്യൂട്ടനസ് ഫാറ്റ്. ഇത് നമുക്ക് സ്പോഞ്ചി ഫാറ്റ് എന്ന് പറയാം. സ്പോഞ്ചി ഫാറ്റ് നമുക്ക് പിച്ച് ചെയ്യാൻ പറ്റുന്ന ഫാറ്റാണ്. നമ്മുടെ ശരീരത്തിൽ നമുക്ക് നുള്ളിയെടുക്കാൻ പറ്റുന്ന ഫാറ്റാണ്. ഈ ഫാറ്റ് മാത്രം നമുക്ക് ഈ ശരീരത്തിൽ അനുഭവിച്ചറിയാൻ പറ്റത്തുള്ള ഫാറ്റ്. നമ്മുടെ കൈയുടെ ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ, വയറിന്റെ ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ, കൈയുടെ ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ ഒരു ഫാറ്റിന്. ഈ ഫാറ്റ് നമ്മുടെ ശരീരത്ത് ആവശ്യത്തിന് വേണ്ടിയാണ് വെക്കുന്നത്. നമ്മുടെ ശരീരത്തിനെ നമ്മുടെ ടെമ്പറേച്ചർ വേരിയേഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്കിന്നിന്റെ അടിയിൽ ഒരു ലെയർ ആണ് സ്പോഞ്ചി ഫാറ്റ്. സബ്ക്യൂട്ടനസ് ഫാറ്റ് എന്നാണ് ടെക്നിക്കൽ ടൈം. നമ്മൾ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് സ്പോഞ്ചി ഫാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ തണുപ്പ്, ചൂട്, അതുപോലെ ശരീരത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ബോഡിനെ ടോട്ടലി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്കിന്നിന്റെ അടിയിലുണ്ടായ ലെയറിനെയാണ് സബ്ക്യൂട്ടനസ് ഫാറ്റ് എന്ന് പറയുന്നത്, സ്പോഞ്ചി ഫാറ്റ് എന്ന് പറയുന്നത്. ഇതും നമുക്ക് ആവശ്യത്തിനേ പാടുള്ളൂ. ഇത് ആവശ്യത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ ശരീരത്തിലെ ബോഡി ഷേപ്പ് പോകും. വയറിന്റെ ഭാഗമൊക്കെ ചേട്ടൻ ചാടും. മൊത്തത്തിൽ നമ്മുടെ ബോഡി ഷേപ്പ് പോകും. നമ്മുടെ ബോഡി ഷേപ്പിനെയും ഈ ഫാറ്റ് കറക്റ്റായി ഇരുന്നാൽ മാത്രമാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ആണ് വിസറൽ ഫാറ്റ്. ഇപ്പൊ 2 ഫാറ്റ് പറഞ്ഞു, ഇതിൽ നെക്സ്റ്റ് വൺ ആണ് വിസറൽ ഫാറ്റ്. വിസറൽ ഫാറ്റ് നമ്മുടെ അവയവങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലെയർ പോലെ വെച്ചിരിക്കുന്ന ഫാറ്റാണ്. ഈ ഫാറ്റ് അബ്ഡോമിനൽ ഏരിയകളിൽ ഒരുപാട് നമുക്ക് അവയവങ്ങളുണ്ട്, ഒരുപാട് സ്മോളും വലുതായിട്ടുള്ള അവയവങ്ങളുണ്ട്. ആ അവയവങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മുടെ മേജറായിട്ടുള്ള എല്ലാ അവയവങ്ങൾക്കും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫാറ്റ് വെച്ചിരിക്കുന്നത്. ഇതിനും വേണ്ട ഒരു ലെവലുണ്ട്. ഈ ഫാറ്റ് കൂടി കഴിഞ്ഞാൽ, ഇപ്പൊ പ്രൊട്ടക്ഷന് വേണ്ടി നമുക്ക് വെച്ചിരിക്കുന്ന ഈ ഫാറ്റ് ഹാർഡ് ഫാറ്റ് എന്ന് പറയാം. ഈ ഫാറ്റ് ലിക്വിഡ് ഫാറ്റും സ്പോഞ്ചി ഫാറ്റും ഹാർഡ് ഫാറ്റും. ആദ്യത്തെ പറഞ്ഞ ലിക്വിഡ് ഫാറ്റും സ്പോഞ്ചി ഫാറ്റും കൂടുമ്പോൾ തന്നെ ഈ ഫാറ്റും വർദ്ധിക്കാൻ തുടങ്ങും. ഈ ഫാറ്റ് വർദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആവരണം പോലെയാണ് വെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഒരു സ്കിന്നിന്റെ ഒരു ഓർഗനെ ഒരു ആവരണം പോലെയാണ് വെച്ചിരിക്കുന്നത്. ഈ ആവരണത്തിനെ പൊതിഞ്ഞാണ് ഈ ഫാറ്റ് വെച്ചിരിക്കുന്നത്. ഈ ഫാറ്റ് കൂടി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡിയിലെ ഫംഗ്ഷൻ ചെയ്യാണ്ട് സമ്മതിക്കത്തില്ല. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ശ്വാസകോശത്തിന് ചുറ്റും ഈ ഒരു ഫാറ്റ് ഉണ്ടെന്ന് വെച്ചോ, പ്രൊട്ടക്ഷന് വേണ്ടി വെച്ചിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ തിക്നെസ് കൂടുന്തോറും നമ്മുടെ ശ്വാസകോശത്തിനെ ഇത് മെല്ലെ മെല്ലെ സ്ട്രെയിൻ ചെയ്യാൻ തുടങ്ങും. അതായത് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ സമ്മതിക്കത്തില്ല. അപ്പോഴാണ് നമുക്ക് സ്പീഡിൽ നടക്കുമ്പോൾ സ്റ്റെപ്പ് കഴിയുമ്പോൾ കിതപ്പ് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ സ്നോറിങ്ങും കൂർക്കവലും ഉണ്ടാകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഫാറ്റ് കൂടുമ്പോഴാണ് നമുക്ക് മടി അനുഭവപ്പെടുന്നത്. ബോഡിയുടെ ഓരോ ഫാറ്റ് കൂടുന്നതും മടി, അതായത് ബ്രെയിനിൽ ചുറ്റുമുള്ള ഫാറ്റിന്റെ കട്ടി കൂടിയിട്ട് ബ്രെയിൻ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ സമ്മതിക്കായിരിക്കും. അപ്പൊ അവിടെ അതിന് സ്ട്രെയിൻ ആയിട്ട് നമുക്ക് മടി അനുഭവപ്പെടും. നമുക്ക് എണീക്കണം എന്നുണ്ടാവും രാവിലെ, പക്ഷെ എണീക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു മടി അനുഭവം എല്ലാ കാര്യം ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ 3 ഫാറ്റാണ് ശരീരത്തിലുള്ളത്. പക്ഷെ ഇത് എത്ര വേണം എന്നുള്ളത് നെക്സ്റ്റ് പറയാം. അടുത്തത് ഇതാണ് നമ്മുടെ ബോഡിയുടെ ഫാറ്റ് പെർസെൻറ്റേജ്. ഇപ്പൊ 80% ഫാറ്റ് അക്യുമുലേറ്റ് ആയിട്ട് ബോഡിയാണ് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ വേണ്ടതിനേക്കാളും 80%. നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞ കളറിൽ കാണാം നമ്മുടെ ഓർഗൻസിന് ചുറ്റും, നമ്മുടെ ലിഗ്മെന്റ്സ്, നമ്മുടെ ബ്രെയിന്, കൈയുടെ സ്ഥലത്ത് എല്ലാം ഈ ഫാറ്റ് ഒന്ന് അക്യുമുലേറ്റ് ആയിട്ട് നമ്മുടെ ബോഡിനെ ടോട്ടലി അൺഷേപ്പ് ആക്കി വെച്ചിരിക്കുന്നതാണ്. എന്നാൽ നേരെ മറിച്ച് റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ 20% ഫാറ്റ് ഒരു ശരീരത്തിന് വേണ്ട ഫാറ്റാണ്. കൃത്യമായിട്ട് ഒരു ലെയർ പോലെ മാത്രം അവിടെ ഫാറ്റ് ഉള്ളൂ. നമ്മുടെ ഓർഗൻസിന് എല്ലാം ആവശ്യമുള്ള ഫാറ്റ്, നമ്മുടെ ബോഡിയുടെ ഷേപ്പ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തി. ഇതാണ് ഫാറ്റ് കൂടിയാലും ഫാറ്റ് കുറഞ്ഞാലുള്ള വിഷയം എന്ന് പറയുന്നത്. ഫാറ്റ് കൂടി കഴിഞ്ഞാൽ ഇങ്ങനെ അൺഹെൽത്തിയിലായിരിക്കും നമ്മുടെ ബോഡിയുടെ അവസ്ഥ ഇരിക്കുന്നത്. ഇതുകൊണ്ട് നിറയെ ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവും. നെക്സ്റ്റ് 20% വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പെർഫെക്റ്റ് ആയിരിക്കും, വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് 80% ഫാറ്റും 20% ഫാറ്റും ഒക്കെ. ഇത്രയും കാര്യം മനസ്സിലാകാൻ പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ്, നമുക്ക് 2 കിലോ ശരീരത്തിൽ ഫാറ്റ് ഉണ്ടെങ്കിൽ ആ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തോട്ട് സ്പ്രെഡ് ആവും. നമ്മുടെ ബോഡി ടോട്ടലി അൺഷേപ്പിലോട്ട് കൊണ്ടുപോകും. നേരെ മറിച്ച് നമുക്ക് മസിൽസ് ആണ് കൂടുതലെങ്കിൽ, അതായത് 2 കിലോ സെയിം ആണ് 2 സാധനം, പക്ഷെ മസിൽസ് ആണ് കൂടുതലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ടത് മാത്രം. ശരീരത്തിൽ ഫാറ്റ് വേണ്ടെന്നല്ല പറയണത്, 20% കൃത്യമായിട്ട്. അതായത് ജെൻസിനാണെങ്കിൽ 10നും 20നുള്ളിൽ ഫാറ്റ് വേണം, ലേഡീസിനാണെങ്കിൽ 20നും 30നുള്ളിൽ കൃത്യമായിട്ട് ഫാറ്റ് വേണം. കൃത്യമായിട്ട് ഫാറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് എല്ലാ ഫംഗ്ഷനും നടക്കത്തുള്ളൂ. അപ്പൊ ഇതാണ് ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഫാറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ടോട്ടലി അൺഷേപ്പിലോട്ട് പോകും, അൺഹെൽത്തിലോട്ട് പോകും.
നേരെ മറിച്ച് ആവശ്യമുള്ള ഫാറ്റും ആവശ്യമുള്ള മസിലും മാത്രമാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടിരിക്കും, വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് അക്യുമുലേറ്റ് ആയി കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് അക്യുമുലേറ്റ് ആയിരിക്കുന്ന പോയിന്റ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓരോ സൈഡിലോട്ട്, ഇപ്പൊ ശരീരത്തിൽ ഫാറ്റ് വേണ്ടതിനേക്കാൾ കൂടുതലായിട്ട് കൂടുമ്പോൾ ഓരോ സൈഡിലോട്ട് ഈ സാധനം മൂവ് ആവുന്നു. എല്ലായിടത്തും ഒരുമിച്ചല്ല മൂവ് ആവുന്നത്, ഓരോ സൈഡിലോട്ടാണ് മൂവ് ആവുന്നത്. അപ്പൊ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ വരാനുള്ള ചാൻസ് ഉള്ളത് നമ്മുടെ നെക്കും ഫേസ് ഏരിയയിലായിരിക്കും. നെക്സ്റ്റ് വരുന്നതാണ് ബ്രസ്റ്റ് ഏരിയ. ലേഡീസ് ആണെങ്കിലും ജസ്റ്റ് ആണെങ്കിലും ആ ഒരു ഏരിയയിൽ പെട്ടെന്ന് വന്ന് അക്യുമുലേറ്റ് ആവാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ ഉള്ളത് ബെല്ലി ഫാറ്റ്, പിന്നെ വരുന്നത് ഹിപ്പില്, പിന്നെ ടൈറ്റ്സില്, പിന്നെ ആംസില്. ഈ ഓരോ സ്ഥലത്തും ഫാറ്റ് അക്യുമുലേറ്റ് ആകുമ്പോൾ ഓരോ ഇഷ്യൂസ് ആണ് നമ്മളെ ബോഡി കാണിച്ചു തരുന്നത്. പക്ഷേ ഇതാരും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. മൊത്തത്തിലായി കഴിയുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പക്ഷെ നേരെ മറിച്ച് ഓരോ പോയിന്റ്സിലോട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഇത്ര അൺഹെൽത്തിലോട്ട് പോകത്തില്ല. അപ്പൊ ഈ ഓരോ സെക്ഷനിലോട്ടും ഫാറ്റ് അക്യുമുലേറ്റ് ആകുമ്പോൾ എന്തെല്ലാം ഇഷ്യൂ ആണ് വരുന്നത് നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് സ്ലൈഡ് കേട്ടോ. എല്ലാവർക്കും തന്നെ ഇതൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും തന്നെ ഉണ്ടായിരിക്കും. ഇപ്പൊ ഫസ്റ്റ് നമുക്ക് നെക്കിലും ഫേസിലോട്ടായിരിക്കും ഫാറ്റ് വരുന്നത്. ഈ ഫാറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് സംബന്ധ അസുഖങ്ങൾ വരുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബാഡ് കൊളസ്ട്രോളിന്റെ ലെവൽ കൂടുമെന്നാണ് തെളിയിക്കുന്നത്. പിന്നെ വരുന്നത് 14 ആണുങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ഈ ഒരു ഇഷ്യൂ കാരണം ഒരുപാട് സിവിയർ ആയിട്ട് ഇഷ്യൂസിലോട്ടും ഹാർട്ട് സംബന്ധ ഇഷ്യൂസിലോട്ടും പോകുന്നതാണ് പറയുന്നത്. 14 ലേഡീസിന് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾക്ക് ഈ ഇഷ്യൂസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ആ ഒരു ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ, പിന്നെ അതുകൂടാതെ തന്നെ നെക്കിന്റെ ഏരിയയിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ ബ്രീത്തിങ് പ്രോപ്പറായിട്ട് നടക്കാതെ അതിനും സഫർ ചെയ്യുന്നതാണ് പറയുന്നത്. കൃത്യമായിട്ട് ഫാറ്റ് അവിടെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഞാൻ പറഞ്ഞല്ല, ഡോക്ടേഴ്സ് പറഞ്ഞ, ഡോക്ടർ പേരോട് എഴുതി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ഇനി ബ്രസ്റ്റിന്റെ ഏരിയയിൽ വരുമ്പോഴത്തേക്കും ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ക്യാൻസറിനുള്ള റിസ്ക്, ബ്രസ്റ്റ് ക്യാൻസറിനുള്ള റിസ്ക് ഏറ്റവും കൂടുതൽ ലേഡീസിനാണ് വരുന്നത്. ആ സൈഡിലുള്ള ഹോർമോൺസിന്റെ ഫ്ലക്ച്വേഷൻസ് ആണ് കാരണം. ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് വന്നിട്ട് അതിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾ ക്യാൻസറിലോട്ട് നയിക്കുന്നതാണ് പറയുന്നത്. ബ്രസ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഫാറ്റ് കൂടുതലായി കഴിഞ്ഞാൽ ആ ഏരിയ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ അത് ചെറിയൊരു ഫാറ്റ് അക്യുമുലേറ്റ് ആണത് പിന്നീട് പോയി വലിയൊരു ഇഷ്യൂലോട്ട് മാറും. നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവുന്ന ഒന്നും പെട്ടെന്നുള്ള അസുഖങ്ങളല്ല. എല്ലാ അസുഖങ്ങളും മെല്ലെ വന്ന് കൂടി കഴിയുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതുവരെ നമ്മുടെ ബോഡിനെ നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് നമുക്ക് അസുഖങ്ങളെല്ലാം വലുതായിട്ട് വരുന്നത്. നമുക്ക് ക്യാൻസർ ആണെങ്കിലും എന്ത് വലിയ മേജർ അസുഖമാണെങ്കിലും നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവുന്നത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്. പക്ഷെ നമ്മൾ നമ്മുടെ ശരീരത്തിനെ ശ്രദ്ധിക്കാത്തതുകൊണ്ടും നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ശ്രദ്ധിക്കാത്തതുകൊണ്ടുമാണ് വലിയ അസുഖങ്ങളിലോട്ട് നമ്മൾ പോകുന്നത്. നേരെ മറിച്ച് നമ്മൾ ഡെയിലി നമ്മുടെ ശരീരത്തിനെ ശ്രദ്ധിക്കുക, ഡെയിലി ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1 മണിക്കൂർ നമ്മൾ ശരീരത്തിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാലം നമുക്ക് സൗകര്യമായിട്ട് ജീവിക്കാന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇനി കൈയുടെ അടിഭാഗത്ത് ഫാറ്റ്, ഈ കൈയുടെ അടിഭാഗത്ത് നോക്കുവാണെങ്കിൽ ആ സൈഡിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഹെൽത്ത് നിങ്ങളുടെ ഡിറ്റോറിയേറ്റഡ് ആയെന്നാണ്. ഹെൽത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് വെയിറ്റ് ലോസ് ചെയ്യണം, നിങ്ങളുടെ ബോഡിനെ റിക്കവർ ചെയ്യാനുള്ള സിംറ്റം ആണ് കാണിച്ചു തരുന്നത്. അതായത് അത് കണ്ടിട്ട് മാറിയില്ലെങ്കിൽ വീണ്ടും ഹെൽത്ത് ഇഷ്യൂസ് വരുമെന്നാണ് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ആം ഫാറ്റ് നിങ്ങൾ കൂടി കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തണം, അതല്ലെങ്കിൽ അടുത്ത സെക്ഷനിലോട്ട് പോകും. നെക്സ്റ്റ്, ഇനി ടൈറ്റ്സ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനാണ് അറ്റാക്ക് ചെയ്യുന്നത്. ടൈറ്റ്സിൽ നമുക്ക് ഫാറ്റ് കൂടുതലാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഫാസ്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യും. അതുപോലെ ഹാർട്ട് സംബന്ധ ഇഷ്യൂസ്, അതുപോലെ ടൈപ്പ് 2 ഡയബറ്റിക്, ഇതിനെല്ലാം നമ്മുടെ ടൈറ്റ്സിൽ ഫാറ്റ് അക്യുമുലേറ്റ് ആയി കഴിഞ്ഞാൽ സംഭവിക്കുന്നതാണ് പഠനങ്ങൾ പറയുന്നത്. നെക്സ്റ്റ് ബെല്ലി ഫാറ്റ്. ഇത് എല്ലാവർക്കും ഉള്ള സാധനമാണ് ബെല്ലി ഫാറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ബോഡി അൺകംഫർട്ടബിൾ ആണ്, നമുക്ക് തന്നെ അറിയാം. നമ്മുടെ ഉള്ള ആരോഗ്യം മൊത്തത്തിൽ പോയിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഒരുപാട് ഓർഗൻസ് നമ്മുടെ വയറിനെ ചുറ്റിപ്പറ്റി അതിലോട്ടെല്ലാം തന്നെ ഫാറ്റ് അക്യുമുലേറ്റ് ആയിട്ട് അതിനെ ഡാമേജ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഫാറ്റി ലിവർ സ്റ്റാർട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാറ്റി ലിവർ കൊളസ്ട്രോൾ ആയിട്ട് മാറി അത് നമ്മുടെ ബ്ലഡ് വെസൽസ് കൂടെ ട്രാവൽ ചെയ്തിട്ട് നമുക്ക് പ്രഷർ ഉണ്ടാവാനും ഹാർട്ട് സംബന്ധ ഇഷ്യൂസ് ഉണ്ടാവാനും സ്ട്രോക്ക് ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കാനും ഡയബറ്റിക് ഉണ്ടാകാനും ചാൻസ് ആണ്. അതായത് ബെല്ലി ഏരിയയിൽ ഫാറ്റ് എന്ന് പറയുന്നത് ഒരു ലാസ്റ്റ് സ്റ്റേജിലോട്ടാണ് വരുന്നത്. അത്രയും ശ്രദ്ധിച്ചിട്ട് നമ്മൾ വന്നില്ലെങ്കിൽ നമ്മുടെ ശരീരം പെട്ടെന്ന് നശിക്കുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് ബെല്ലി ഫാറ്റ് പെട്ടെന്ന് കുറയ്ക്കണം. നെക്സ്റ്റ്, ഇനി ഈ ഫാറ്റ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഇതുപോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ്. എന്തുകൊണ്ട്? ഫാസ്റ്റ് ഫുഡ്, വറുത്തും പൊരിച്ചുള്ള ഭക്ഷണങ്ങൾ, ഇത് വല്ലപ്പോഴും കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഡെയിലി ബേസിസിൽ കഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ വെജിറ്റേറിയൻ ആണെങ്കിൽ പോലും വറുത്തതും ഒരുപാട് ഓയിലുള്ള ഭക്ഷണങ്ങളും 30 ദിവസം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് പെട്ടെന്ന് ഫാറ്റ് കൂടും. പക്ഷെ നിങ്ങൾക്ക് മാസത്തിൽ 2 ദിവസമോ 3 ദിവസമോ കഴിക്കാം. എന്ത് സാധനം നമുക്ക് കഴിക്കാം. എന്ത് സാധനം കഴിച്ചാലും നമ്മുടെ ശരീരം അതിനെ റിക്കവർ ചെയ്യും. അതാണ് ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ആവശ്യമില്ലാത്തൊരു ഭക്ഷണം, ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് കഴിക്കണമെങ്കിൽ ശരീരം അതിനെ റിയാക്ട് ചെയ്യും. അതായത് ആ കഴിക്കുന്ന മദ്യത്തിന് ഒബിറ്റിയുള്ള ടെൻഡൻസി കാണിക്കും. പക്ഷെ നേരെ എല്ലാ ദിവസവും കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വരും. അതുപോലെയാണ് നമ്മുടെ എല്ലാ ഫുഡ്സും. ഇപ്പൊ ന്യൂട്രീഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ആവശ്യമില്ലാതെ ഒരുപാട് ഓയിൽസ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ലൂസ് മോഷൻ ഉണ്ടാവും, നിങ്ങളുടെ ബോഡി ടയേർഡ് ആവും. കാര്യം എന്താണ്? അവിടെ ശരീരം ക്ലീനിങ് ആണ് ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഭക്ഷണങ്ങൾ കഴിക്കാം, പക്ഷേ കഴിക്കുമ്പോൾ എല്ലാ ദിവസവും റിപ്പീറ്റ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആ പറഞ്ഞ പോലെ ഫാറ്റ് ഡെയിലി അക്യുമുലേറ്റ് ആയിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് ഫാറ്റ് അക്യുമുലേറ്റ് ആയിട്ട് ഇതുപോലെ ഫാസ്റ്റ് ഫുഡ് കഴിച്ചാൽ മതി. കോക്ക്, പെപ്സി, ബർഗർ, ഫ്രഞ്ച് ഫ്രൈഡ് റൈസ്, ഡോണറ്റ്സ് അതുപോലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ, ബേക്കറി ഫുഡ്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഫാറ്റ് കയറും. ആ ഫാറ്റ് സാച്ചുറേറ്റഡ് ഫാറ്റ് ആണെന്ന് പറയുന്നത്. സാച്ചുറേറ്റഡ് ഫാറ്റ് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ബോഡി അൺഷേപ്പിലോട്ട് വരും, പെട്ടെന്ന് നമുക്ക് വെയിറ്റ് ഗെയിൻ ആവും, പെട്ടെന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും കൂടിക്കൊണ്ടിരിക്കും. ഇനി നേരെ മറിച്ച് നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് ഇപ്പൊ ചെയ്യുന്ന പോലെ, വേണ്ട ഭക്ഷണങ്ങൾ വേണ്ട സമയത്ത് കൃത്യസമയത്ത് കൃത്യമായ അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് മുന്നോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഈ രണ്ട് ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസം. അപ്പൊ എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കണമെങ്കിൽ ഈ ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈലിലോട്ട് വന്നാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഹെർബാലൈഫ് എന്നല്ല അവിടെ പറയുന്നത്, ഹെർബാലൈഫിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഫുഡ് ഹാബിറ്റും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഡക്റ്റ് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ആർക്കും വെയിറ്റ് കുറയത്തില്ല, ആർക്കും ഹെൽത്ത് റിക്കവർ ചെയ്യാൻ സാധിക്കത്തില്ല. പ്രൊഡക്റ്റ് കഴിക്കണം, നല്ല ഡയറ്റ് കീപ്പ് ചെയ്യണം, വാട്ടർ ഇൻടേക്ക് എടുക്കണം, നിങ്ങൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യണം. ഈ കാര്യങ്ങളെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്താൽ മാത്രമാണ് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സാധനം 1 മിനിറ്റിലെ നൂഡിൽസ്. 1 മിനിറ്റ് നൂഡിൽസ് കഴിക്കുമ്പോൾ ഏകദേശം 200 ഗ്രാം നൂഡിൽസ് എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഫാറ്റ് 20% ഫാറ്റാണ്. 20% ഫാറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒരു സ്പൂണിൽ അളന്നെടുത്ത് നോക്കുക 20% ഫാറ്റ് എത്ര ഉണ്ടെന്ന്. അതായത് 200 ഗ്രാമിലാണ് പറയണത്. ഒരു ടൈമിൽ 200 ഗ്രാം അല്ല ഒരു കുട്ടി കഴിക്കുന്ന ഭക്ഷണം. അതുപോലെ തന്നെ ബേക്കറി കഴിക്കുന്നുണ്ട്, ബേക്കറി ഫുഡ്സ് കഴിക്കുന്നുണ്ട്, ചോക്ലേറ്റ്സ് കഴിക്കുന്നുണ്ട്, ഓരോ സാധനം കഴിച്ചുകൊണ്ടിരിക്കുക. ഇതിനകത്ത് വരുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റാണ്. ഈ സാധനം നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഫാറ്റാണ്, അതായത് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫാറ്റിനെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ വളരെ കംഫർട്ടബിൾ ആണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ കുട്ടികളുടെ ഒരു ഏജ് ആയതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല. പക്ഷേ അവർ ഏജ് കൂടുന്തോറും നിങ്ങളെ പോലെ അൺഹെൽത്തിയിലോട്ട് വരും. നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ ഫാമിലിയിലെ ഡയറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രൊഡക്റ്റ് കഴിക്കുന്നുണ്ടോ ഇല്ലയോ അത് രണ്ടാമത്തെ കാറ്റഗറി. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഫോളോ അപ്പ്, വാട്ടർ ഇൻടേക്ക്, അതുപോലെ തന്നെ ബേക്കറി ഫുഡ്സ്, അതുപോലെ തന്നെ ഒരുപാട് ബാഡ് കാലറി ഫുഡ്സ്, ഇതൊക്കെ കഴിച്ചാൽ എന്ത് പറ്റുമെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഒരു ടൈമിൽ 200 ഗ്രാം മാഗി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂ ആണ് കാണിക്കുന്നത്. അതിൻ്റെ വേറെ കാലറി കാര്യങ്ങളൊന്നും പറയുന്നില്ല, പക്ഷെ ഫാറ്റ് മാത്രം ശ്രദ്ധിക്കുക. ഈ സാധനം അക്യുമുലേറ്റ് ആയിട്ടാണ് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ്. ഇപ്പൊ ഒരുപാട് കുട്ടികളെ കാണാൻ കണ്ണാടി ഇട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, അതുപോലെ ഒരുപാട് ഒബീസിറ്റി ഉള്ള കുട്ടികൾ. ഇതെല്ലാത്തിനും കാരണം എന്താണ്? നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇഷ്യൂസ് ഉണ്ടാകത്തില്ല. നിങ്ങളാണെങ്കിൽ ഇത് കഴിക്കരുത്, വല്ലപ്പോഴും കഴിക്കാം, പക്ഷെ ഡെയിലി റൊട്ടീൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ഹെൽത്തി ആയിട്ട് ലൈഫ് സ്റ്റൈലോട്ട് കൺവേർട്ട് ആവാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഫാറ്റ് കുറയ്ക്കാൻ ടിപ്പ് എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ, ഫാറ്റ് കുറയ്ക്കാൻ പ്രത്യേകിച്ച് ഒരു ടിപ്പും ഇല്ല. കറക്റ്റായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുക, കറക്റ്റായിട്ട് വർക്കൗട്ട്, വാട്ടർ ഇൻടേക്ക്. വെള്ളത്തിന് നമുക്ക് ഒരുപാട് ഫാറ്റ് ലോസ് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പ്രോപ്പർ വാട്ടർ ഇൻടേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫാറ്റ് ലോസിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പ്രോപ്പർ വാട്ടർ ഇൻടേക്ക് എടുക്കുക, പ്രോപ്പർ ഡയറ്റ് എടുക്കുക, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. നിങ്ങൾക്ക് ശരീരത്തിൽ ഫാറ്റ് കൂടുതലാണെങ്കിൽ വറുത്തതും പൊരിച്ചതും അതുപോലെ ബാഡ് കാലറി ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. അതുപോലെ ബേക്കറി ഫുഡ്സ്, പാക്കറ്റ് ഫുഡ്സ്, ഇതെല്ലാം അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ പ്യൂർ ആയിട്ട് വെജിറ്റബിളിലോട്ട് വരിക. അതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇപ്പൊ വെജിറ്റേറിയൻസ് ആണെങ്കിൽ അതിനകത്ത് എന്താണ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അത് സെലക്ട് ചെയ്ത് നിങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. എല്ലാ ദിവസവും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റിൽ ഉൾപ്പെടുത്തുക. കാർബോഹൈഡ്രേറ്റ് വേണ്ടെന്നല്ല, അളവ് കുറച്ച് യൂസ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വരുന്നത് വർക്കൗട്ട്. വർക്കൗട്ട് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിപ്പോൾ നടക്കുന്ന വ്യക്തിയാണെങ്കിൽ നടന്നതിന് ശേഷം അടുത്ത വർക്കൗട്ടിലോട്ട് പോവുക. നിങ്ങൾക്ക് ഒരുപാട് വെയിറ്റ് വെച്ചിട്ട് നിങ്ങൾ വർക്കൗട്ടിലോട്ട് പോകരുത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു 80, നിങ്ങളുടെ ശരീരത്തിനേക്കാളും 20 കിലോ, ഒരു 15 കിലോ വെയിറ്റ് കൂടുതലാണെങ്കിൽ നിങ്ങൾ വർക്കൗട്ടിലോട്ട് പോകരുത്. കാര്യം എന്താണ്? ഓൾറെഡി ശരീരം താങ്ങാവുന്നതിനേക്കാൾ കൂടുതലാണ് നിങ്ങളുടെ ലിഗ്മെന്റ് താങ്ങി നിൽക്കുന്നത്. നിങ്ങൾ വർക്കൗട്ടിൽ പോകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ഇഞ്ചുറീസ് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു 5 കിലോ, ഒരു 10 കിലോ വെയിറ്റ് കുറച്ചതിന് ശേഷം ഹെവി വർക്കൗട്ടിലോട്ട് പോകുക. കോർ വർക്കൗട്ട്, സ്ട്രെങ്ത് വർക്കൗട്ട്, അല്ലെങ്കിൽ ജിമ്മിലെ വർക്കൗട്ടിലോട്ട് പോവുക. അതല്ലാതെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഞ്ചുറീസ് ഉണ്ടാവും, കംപ്ലീറ്റ് ആയിട്ട് പോകത്തില്ല, ഉളിവുണ്ടാവും, ചതവുണ്ടാവും, അതുപോലെ മസിൽ ക്രാമ്പിംഗ് ഇതൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് ചെയ്യാതിരിക്കുക. ഇപ്പൊ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുക. ഫാറ്റ് ലോസ് ചെയ്യാനായിട്ട് വാട്ടർ ഇൻടേക്ക് എടുക്കാം, പ്രോട്ടീൻ റിച്ച് ആയിട്ട് പ്രോപ്പറായിട്ട് ഭക്ഷണങ്ങൾ കഴിക്കാം. പിന്നെ ബാഡ് കാലറീസ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. ഒരു ചോക്ലേറ്റ് കഴിക്കാതിരിക്കുക, ലൈസ് കഴിക്കാതിരിക്കുക, മാഗി കഴിക്കാതിരിക്കുക, അങ്ങനെ ബാഡ് കാലറി ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. അത്യാവശ്യം ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ വേണം. ആ ഫാറ്റ് എങ്ങനെയാണെന്നുള്ളത് ഡയറ്റിൽ നിങ്ങൾ ഉൾപ്പെടുത്തി കഴിക്കുക. എന്നാലാണ് ഫാറ്റ് ലോസ് നടക്കത്തുള്ളൂ. അതല്ലാതെ ഒരു പാർട്ടിൽ മാത്രം നമുക്ക് ഫാറ്റ് കുറയ്ക്കാൻ സാധിക്കത്തില്ല. ചില ആൾക്കാർ പറയും ഇവിടെ മാത്രം എനിക്ക് ഫാറ്റ് ഉള്ളൂ, ഇത് മാത്രം കുറയ്ക്കുന്നു. ഒരിക്കലും സാധിക്കത്തില്ല. അത് നമ്മുടെ ബോഡിയാണ്, അതല്ലാതെ മെഷീന് കാര്യങ്ങളൊന്നുമില്ല ആ ഏരിയ മാത്രം ഊരി കളയാനായിട്ട്. കൃത്യമായിട്ട് അത് പ്രോപ്പറായിട്ട് ഡയറ്റ്, പ്രോപ്പറായിട്ട് എല്ലാം ചേഞ്ച് ചെയ്യുന്നത് മാത്രമാണ് ഫാറ്റ് ലോസ് നടക്കത്തുള്ളൂ. അതാണ് ഫാറ്റ് ലോസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ടിപ്പ് എന്ന് പറയുന്നത്. അതല്ലാതെ ഒരു കുറുക്ക് വഴിയും ആരും പ്രതീക്ഷിക്കണ്ട. ഇനി നെക്സ്റ്റ് നമുക്ക് ഫാറ്റ് ലോസ് ചെയ്യാനായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്. അതെന്താണെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ സെല്ലുലോസ്. സെല്ലുലോസ് പ്യൂർ ആയിട്ട് ഫാറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ലിക്വിഡ് ഫാറ്റ് ഉണ്ട്, അതായത് നമ്മുടെ ശരീരത്തിലെ വാട്ടർ ലെവലിന് അതായത് ലിക്വിഡ് ആയിട്ട് കിടക്കുന്ന യെല്ലോ ഫാറ്റ്സ് ഉണ്ട്. അതിനെ റിമൂവ് ചെയ്യാൻ നമ്മുടെ ബോഡിയെ റീഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെല്ലുലോസ് യൂസ് ചെയ്യുന്നത്. അതാണ് സെല്ലുലോസ് യൂസേജ്. ഇനി എഫ്എഷ് ഫാറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല, പക്ഷേ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യും.
പ്രത്യേകം ശ്രദ്ധിക്കുക, സപ്പോർട്ടാണ് ചെയ്യുന്നത്, ഫാറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല. നാളെ എന്റെ ഫാറ്റ് വരാൻ വേണ്ടി 10 എയർ ഫ്രഷ് മേടിച്ച് കുടിക്കരുത്. എയർ ഫ്രഷ് ഒരു ദിവസം മാക്സിമം 3 കുടിക്കാൻ സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ 4. അതിൽ കൂടുതൽ എയർ ഫ്രഷ് കുടിച്ചു കഴിഞ്ഞാൽ നല്ലതല്ല. കഫേനാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഒരുപാട് കഫേൻ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാലും നല്ലതല്ല. പ്രത്യേകം പറയുന്നു, ഹെർബൽ ലൈഫ് പ്രൊഡക്ട്സ് എല്ലാം നല്ലതാണ്, പക്ഷെ കഴിക്കേണ്ട രീതിയിൽ കൃത്യമായ അളവിൽ കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പ്രൊഡക്റ്റ് തീരുവാന്ന് മാത്രമേ അറിയുള്ളൂ. എയർ ഫ്രഷ് നിങ്ങൾ വർക്കൗട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബോഡി ഹീറ്റ് താഴുന്നതിന് മുന്നേ നിങ്ങൾ എയർ ഫ്രഷ് ചൂടായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഡെയിലി വാട്ടർ ഇൻടേക്ക് എടുക്കുമ്പോൾ വാട്ടർ ഇൻടേക്കിന്റെ അകത്ത് 1 ലിറ്ററിന്റെ അകത്ത് 2 സ്കൂപ്പ് അല്ലെങ്കിൽ 3 സ്കൂപ്പ് എയർ ഫ്രഷ് ആഡ് ചെയ്തിട്ട് ഡെയിലി ബേസിൽ വാട്ടർ ഇൻടേക്കിന്റെ ഒപ്പം കുടിച്ചു കഴിഞ്ഞാൽ അതും ഫാറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ കോച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ചെയ്യാവുള്ളൂ, ഞാൻ പറഞ്ഞുകൊണ്ട് ചെയ്യരുത് ഒരിക്കലും. നെക്സ്റ്റ്, ഹെർബൽ കൺട്രോൾ. ഹെർബൽ കൺട്രോളും നമ്മുടെ ഫാറ്റ് ലോസിന് വേണ്ടിയുള്ള പ്രൊഡക്റ്റ് സപ്പോർട്ട് ചെയ്യും. അതായത് മെറ്റാബോളിസം ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫാറ്റ് ലോസിനോട് സപ്പോർട്ട് ചെയ്യും. നമ്മുടെ മെറ്റാബോളിസം ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് ലോസ് സ്റ്റക്ക് ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനും വെയിറ്റ് ലോസിനെ ഫാസ്റ്റ് ആക്കാനും വേണ്ടിയുള്ള പ്രൊഡക്റ്റ് ആണ് ഹെർബൽ കൺട്രോൾ വരുന്നത്. അതിൻ്റെ അകത്ത് കഫേനാണ് അടങ്ങിയിരിക്കുന്നത്. അതും കോച്ചിന്റെ അഡ്വൈസോട് മാത്രം കഴിക്കുക. ഇനി വരുന്നതാണ് omega-3 എന്ന് പറയും, ഹെർബൽ ലൈഫ് ലൈൻ. ഇത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, മീൻ ഗുളിക പിള്ളേർക്ക് മേടിച്ചു കൊടുക്കാറുണ്ട്. ഇത് ഹെൽത്തി ഫാറ്റ് ആണ്. നമ്മുടെ ശരീരത്തിൽ വേണ്ട ഹെൽത്തി ഫാറ്റ്. ബാഡ് ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ വേണ്ട, ഹെൽത്തി ഫാറ്റ് വേണം. ഇപ്പൊ നമ്മൾ ഫാറ്റ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ ഫാറ്റിന്റെ റിക്വയർമെന്റ് വരും. ഇന്ന സാധനം കിട്ടിയാൽ മാത്രമാണ് ശരീരം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ നമ്മുടെ ഫാറ്റിന്റെ കണ്ടന്റ് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെർബൽ ലൈഫ് ലൈൻ ഉപയോഗിക്കാൻ പറ്റും. ഹെർബൽ ലൈഫ് ലൈൻ ഒരിക്കലും ഫാറ്റിനെ റിമൂവ് ചെയ്യാനുള്ള പ്രൊഡക്റ്റ് അല്ല. ഫാറ്റിനെ, ഗുഡ് ഫാറ്റിനെ നമ്മുടെ ശരീരത്ത് റെഡിയാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇത് കുട്ടികൾക്ക് കൊടുക്കുക. ബ്രെയിൻ ഹെൽത്ത്, അതുപോലെ നമ്മുടെ കണ്ണിന്റെ ഹെൽത്ത്, ഇതെല്ലാതും നല്ലതാണ്. omega-3 നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പൊ ഇത്രയും പ്രൊഡക്റ്റ് ആണ് ഫാറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി ഇറക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് സെല്ലുലോസ് മാത്രമാണ് ഫാറ്റ് ലോസിന് വേണ്ടിയുള്ള പ്രൊഡക്റ്റ്, ബാക്കിയെല്ലാം സപ്പോർട്ടിങ് പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ നാളെ തന്നെ കോച്ചിനെ വിളിക്കുക, പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുക.